ഹായ് മുത്തുകളെ സത്തുകളെ കരളുകളെ കുഴികളെ പഞ്ചാര കുഞ്ചുകൾ അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മളെ SSLCക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത്, ഫ്ലോ ചാർട്ട് ഓഫ് ഐ ആൻഡ് ഇയർ. ക്രിസ്മസ് എക്സാമിനല്ല, SSLC കിട്ടും. SSLC പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകിൽ ഫ്ലോ ചാർട്ട് ഓഫ് ഐ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഓഫ് ഇയർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ നമുക്ക് വേഗത്തിൽ പഠിക്കാം. ആദ്യം ഫ്ലോ ചാർട്ട് ഓഫ് ഐ, കണ്ണിന്റെ ഫ്ലോ ചാർട്ട്. കണ്ണ് ഓക്കെ. കണ്ണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അതായത് കണ്ണിൽ കഥാപാത്രം ആരാണ് കണ്ണിലോട്ട് ആദ്യം വരിക? കണ്ണിലോട്ട് വരുന്ന ആളാണ് ആര്? പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ്. സോ ആദ്യത്തെ ആളാരായിരിക്കും? ലൈറ്റ് ആയിരിക്കും. ലൈറ്റ് ആദ്യം എൻട്രി ചെയ്യുക എവിടെയാണ്? കണ്ണിന്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗം. കണ്ണിന്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കോർണിയ. ഏതാണ്? കോർണിയ. അപ്പൊ രണ്ടാമത്തെ ആളാരാണ്? കോർണിയ. ഈ കോർണിയ കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇങ്ങനെ വരിക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആരുണ്ട്? കോർണിയ ഉണ്ട്. ഈ കോർണിയ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. എന്താണ് പേര്? അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ മൂന്നാമത്തെ ആളാരാണ്? അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ. ഓക്കെ. പിന്നെ അടുത്തത് ഇവനാണ് ആര്? ലെൻസ്. അപ്പൊ ലെൻസിന്റെ മുമ്പ് നമ്മൾ വേറൊരാൾ എഴുതണം. അതാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ലെൻസിലേക്കുള്ള എൻട്രി, ലെൻസിലേക്കുള്ള ഡോറാണ് ആര്? പ്യൂപ്പിൾ. പ്യൂപ്പിളിലൂടെയാണ് അവിടേക്ക് പ്രവേശിക്കുക, ലെൻസിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ആദ്യം പ്യൂപ്പിളിന് എഴുതണം, എന്നിട്ട് ആരെഴുതണം? ലെൻസിന് എഴുതണം. ഓക്കെ. അപ്പൊ ആദ്യം ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഫസ്റ്റ് ഏറ്റവും ഫ്രണ്ടിലുള്ള ആളാണ് ആര്? കോർണിയ. കോർണിയ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഒരു ലെൻസ്. അപ്പൊ ലെൻസിലേക്കുള്ള എൻട്രി പ്യൂപ്പിൾ. അപ്പൊ ആദ്യം പ്യൂപ്പിളിന് എഴുതണം. അപ്പൊ പ്യൂപ്പിള്, ലെൻസ്. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഈ ലെൻസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട്. അതാണെന്ത്? വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ചേംബറിലാണ് ആര് കാണപ്പെടുന്നത്? വിട്രിയസ് ഹ്യൂമർ കാണപ്പെടുന്നത്, അഥവാ വിട്രിയസ് ദ്രവം. അപ്പൊ അടുത്തത് ആരാണ്? വിട്രിയസ് ദ്രവമാണ്. ഈ വിട്രിയസ് ദ്രവം കഴിഞ്ഞാൽ പിന്നെ ഈ ഏറ്റവും എൻഡില്, കണ്ണിന്റെ ഏറ്റവും ഉള്ളില്, ഏറ്റവും ഇന്നറിൽ കാണപ്പെടുന്ന ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് റെറ്റിന. ആരാണ്? റെറ്റിന. സോ നെക്സ്റ്റ് ആൾ ആരായിരിക്കും? റെറ്റിനയായിരിക്കും. റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യാം. റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞാൽ റെറ്റിനയിലാണ് എന്ത് ഫോം ചെയ്യുക? ഇമ്പൾസ് ഫോം ചെയ്യുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആവേഗം ഫോം ചെയ്യും. ആവേഗം ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കോ? ഇല്ല. ആവേഗം എവിടെ ഉണ്ടായോ അപ്പൊ തന്നെ ആവേഗം വേഗം എങ്ങോട്ട് പോകും? സെറിബ്രത്തിലോട്ട് പോകും. എങ്ങനെ പോകും? ത്രൂ ഒപ്റ്റിക് നേവ്. ഒപ്റ്റിക് നേവ് എന്ന് വെച്ചാൽ എന്താണ്? ഒപ്റ്റിക് നേവ് എന്ന് വെച്ചാൽ നേത്രനാടി. നേത്രനാടി വഴി വേഗം അവൻ എങ്ങോട്ട് പോകും? സെറിബ്രത്തിലോട്ട് പോകും. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും? സൈറ്റ് അല്ലെങ്കിൽ കാഴ്ച കിട്ടും. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ലൈറ്റ് ഇങ്ങനെ വരും. ലൈറ്റ് ആദ്യം കണ്ണിന്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗം കോർണിയയിൽ പ്രവേശിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അക്വസ് ഹ്യൂമർ ആണ്. അക്വസ് ഹ്യൂമർ കഴിഞ്ഞാൽ പിന്നെ ലെൻസ് ആണ്. പക്ഷെ ലെൻസിന്റെ മുമ്പ് ആരെഴുതണം? പ്യൂപ്പിളിന് എഴുതണം. സോ അക്വസ് ഹ്യൂമർ, പ്യൂപ്പിള്, ലെൻസ്, പിന്നെ ആരാണ്? വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ കഴിഞ്ഞാൽ പിന്നെ റെറ്റിന. റെറ്റിനയിൽ എത്തിയാൽ പിന്നെ ടെൻഷൻ ഇല്ല, കാരണം ഇമ്പൾസ് ഫോം ചെയ്യുന്നു. അത് നേരെ ഒപ്റ്റിക് നേവ് വഴി എങ്ങോട്ടേ പോകുന്നു? സെറിബ്രത്തിലോട്ട് പോകുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? കാഴ്ച കിട്ടുന്നു. ഓക്കെ അല്ലേ? ഡണ്ണല്ലേ? അപ്പോൾ ഇങ്ങനെ ലൈറ്റ്, കോർണിയ, അക്വസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ, റെറ്റിന, ഇമ്പൾസ്, ഒപ്റ്റിക് നേവ്, സെറിബ്രം, സൈറ്റ്. ഈ ഒരു ഫ്ലോയിലും കിട്ടണം. ഓക്കെ. യെസ്. എന്നാ അടുത്തത് ഫ്ലോ ചാർട്ട് ഓഫ് ഇയർ. വെരി സിമ്പിൾ ആട്ടോ. ഫ്ലോ ചാർട്ട് ഓഫ് ഇയർ ഇതായിരിക്കും എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ. ആദ്യം നേരത്തെ ലൈറ്റ് ആണല്ലോ. കണ്ണിലേക്കാരാ വരിക? ലൈറ്റ് ആണ് വരിക. ചെവിയിലേക്കാരാ വരിക? സൗണ്ട് ആണ് വരിക. അപ്പൊ ഫസ്റ്റത്തെ ആളാണ് ആര്? സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം. ഓക്കെ. എന്നിട്ട് ഈ സൗണ്ട് ആദ്യം എങ്ങോട്ടാ വരിക? ഈ ഭാഗത്തോട്ടാണ് വരിക. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പിന്നെ. എന്താണ് പേര്? പിന്നെ അല്ലെങ്കിൽ ചെവിക്കുട. ഈ പിന്നെ അല്ലെങ്കിൽ ചെവിക്കുട കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ട് പോകും? ഈ ഓട്ടയ്ക്ക് പോകും. ഈ ഓട്ട അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം. ഓക്കെ. അതിൽക്കൂടി ഇങ്ങനെ പോയിട്ട് ഉള്ളിൽ ഒരു ക്ലോസിംഗ് ഉണ്ടല്ലോ, അങ്ങനെ പോയിട്ട് നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടച്ച് ഉണ്ടല്ലോ. എന്തോ ഒരു സാധനം അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ? അവന്റെ പേരാണ് എന്ത്? ടിംബാനം അല്ലെങ്കിൽ കർണപടം. ഓക്കെ. അപ്പൊ അതുവരെ ഓക്കെ അല്ലേ? സൗണ്ട് ആദ്യം പിന്നെയിൽ പോകുന്നു, പിന്നെ ഓഡിറ്ററി കനാല്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടിംബാനം അല്ലെങ്കിൽ കർണപടം. ഓക്കെ. കർണപടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാണ് ആര്? അസ്ഥി ശൃംഖലകൾ അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ്. അതായത് കർണപടം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 3 അസ്ഥികളുണ്ട്, 3 എല്ലുകളുണ്ട്, 3 ബോൺസ് ഉണ്ട്. ഒന്നുകിൽ സിമ്പിളായിട്ട് അസ്ഥി ശൃംഖല എന്ന് എഴുതി വെക്കാം, അതായത് ഇയർ ഓസിക്കിൾസ് എന്ന് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, അതായത് 3 അസ്ഥികളുടെയും പേര് എഴുതാം. മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ്. 2 രീതിയിൽ എഴുതാം. സൗണ്ട്, പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം. അതുവരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല.
അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ മാലിയസ് ഇംഗസ് ടേപ്പിസ്, അത് മൊത്തത്തിൽ എഴുതി കൊടുക്കാം. അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഓക്കെ, ഏറ്റവും ബെറ്റർ മാലിയസ് ഇംഗസ് ടേപ്പിസ് എന്ന് എഴുതുന്നതാണ്. അങ്ങനെ അസ്ഥി ശൃംഖല കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാണ് ആര്? പിന്നെ ഒരു വിൻഡോയിലേക്ക് വരും. ഒരു ജനവാതിൽ, അതാണ് എന്ത്? ഓവൽ വിൻഡോ. എന്ത് വിൻഡോ? ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാരാണ്? കോക്ലിയ ആണ്. ആരാണ്? കോക്ലിയ. കോക്ലിയയിലെ ദ്രവങ്ങൾ എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഓവൽ വിൻഡോ കഴിഞ്ഞിട്ട് ആരാണ്? കോക്ലിയ എന്ന് എഴുതിയാൽ മതി. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. OC എന്ന് ആലോചിക്കുക. OC നമ്മൾ OCക്ക് ഫുഡ് കഴിക്കുക, OCക്ക് വണ്ടിയുമ്പോൾ പോവുക, അങ്ങനെയൊക്കെ പറയില്ലേ? അതന്നെ OC എന്ന് ആലോചിക്കുക. ആദ്യം ഓവൽ വിൻഡോ, പിന്നെ C മീൻസ് കോക്ലിയ. ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നത് ആദ്യം ഓവൽ വിൻഡോ പിന്നെ കോക്ലിയ. അല്ലെങ്കിൽ ചില ആൾക്കാർക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ വരും. ഇയറോസിക്കിൾസ് കഴിഞ്ഞിട്ട് ഇനി കോക്ലിയ കഴിഞ്ഞിട്ടാണോ ഓവൽ വിൻഡോ, അത് ഓവൽ വിൻഡോ കഴിഞ്ഞിട്ടാണോ കോക്ലിയ? കാരണം ഇതുവരെ സിമ്പിളാണ്. സൗണ്ട്, പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം, ഇയറോസിക്കിൾസ്. പിന്നെ അടുത്ത ആദ്യം വരുന്നത് ആരാണ്? ഓവൽ വിൻഡോ പിന്നെ കോക്ലിയ. കോക്ലിയ കഴിഞ്ഞാൽ പിന്നെ കോക്ലിയയിൽ എന്തുണ്ട്? ബേസിലാർ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ അടുത്തത് ആരാണ്? ബേസിലാർ മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ അഥവാ ബേസിലാർ സ്ഥിരം. ബേസിലാർ സ്ഥിരത്തിൽ ആരുണ്ട്? ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്. ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉണ്ടാവുക, നമുക്കറിയാലോ. അപ്പോൾ ശ്രവണഗ്രാഹികളുള്ള ഓർഗൻ ഓഫ് കോർട്ടി അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. പിന്നെ ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുക, ആവേഗം ക്രിയേറ്റ് ചെയ്യുക. ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ഒന്നുമേ ചിന്തിക്കരുത്, അത് വേഗം എങ്ങോട്ട് പോകും? എനിക്ക് പോകണം. എങ്ങോട്ട് പോകും? സെറിബ്രത്തിലോട്ട് പോകും. കാഴ്ചയുടേതാണെങ്കിലും സെറിബ്രത്തിലോട്ട്, കേൾവിയുടേതാണെങ്കിലും സെറിബ്രത്തിലോട്ട്. എങ്ങനെ പോകും? ത്രൂ ഓഡിറ്ററി നേവ്. മറ്റേത് ഒപ്റ്റിക് നേവ്, ഇത് ഓഡിറ്ററി നേവ്. മറ്റേത് നേത്രനാടി, ഇത് ശ്രവണനാടി. അങ്ങനെ സെറിബ്രത്തിലെത്തും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹിയറിംഗ് അഥവാ കേൾവി കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ സൗണ്ട് പിന്നെ വഴി ഓഡിറ്ററി കനാൽ വഴി ടിംബാനം വഴി ഇയറോസ്റ്റിക്കിൾസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓവൽ വിൻഡോ, കോക്ലിയ, OC എന്നാലോചിക്കുക. കോക്ലിയയിലാണ് ആരുള്ളത്? ബേസിലാർ മെംബ്രെയിൻ ഉള്ളത്. അവിടെ തന്നെയാണ് ആരുള്ളത്? ഓർഗൻ ഓഫ് കോർട്ടി ഉള്ളത്. ആ ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് എന്തുള്ളത്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇമ്പൾസ് ഫോം ചെയ്യും. എന്നിട്ട് ഇമ്പൾസ് ഓഡിറ്ററി നേവ് വഴി സെറിബ്രത്തിലെത്തി ഹിയറിംഗ് അല്ലെങ്കിൽ കേൾവി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ സൗണ്ട് പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം, ഇയറോസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ബേസിലാർ മെംബ്രെയിൻ, ഓർഗൻ ഓഫ് കോർട്ടി, ഇമ്പൾസ്, ഓഡിറ്ററി നേവ്, സെറിബ്രം, ആൻഡ് ലാസ്റ്റ് വൺ ഹിയറിംഗ് അഥവാ കേൾവി. ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കിട്ടണം. നമുക്ക് ഇത് കിട്ടും. സിമ്പിളാണ്. ഇതാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത്. അതിങ്ങളൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്താൽ മതി. സൗണ്ട് പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം, ഇയറോസിക്കിൾസ്, പിന്നെ ഓവൽ വിൻഡോ, കോക്ലിയ. കോക്ലിയയിൽ ബേസിലാർ മെംബ്രെയിൻ ഉണ്ട്, അവിടെ ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്. അവിടെ എന്തുണ്ടാവും? ഇമ്പൾസ് ഫോം ചെയ്യും. ഇമ്പൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡിറ്ററി നേവ് വഴി സെറിബ്രത്തിലെത്തി കേൾവി കിട്ടും. ഇത് ഇങ്ങനെ ഒരു ലോജിക്കിൽ ഇങ്ങനെ പോയാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ചോദിക്കാം, നോ പ്രശ്നം. അപ്പോൾ എനിവേ സൂപ്പറായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമും അതുപോലെ തന്നെ പബ്ലിക് എക്സാമും നമ്മളെ പോക്കറ്റിലാക്കണം, ഫുൾ A+ കരസ്ഥമാക്കണം. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അറക്കലിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്നേഹാത്മകമായ നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.